ആ കഴിഞ്ഞ ആഴ്ച ഹലോ കൂട്ടുകാരെ, അപ്പോഴേ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചതൊക്കെ ഓർത്തായിരുന്നോ? ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ പീലിയുടെ വീട്ടിൽ പോകുന്നവരെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്തായിരുന്നല്ലേ. ഇനി നമുക്ക് പീലിയുടെ വീട്ടിലേക്ക് പോയാലോ? ഒരു ട്രിപ്പ് പോയാലോ? ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. നമ്മളെ ട്രിപ്പിന് വേണ്ടി റെഡി ആവാം. Today we are going to undertake a trip which we have been longing for a long time. അയ്യോ, നമ്മൾ എത്രയോ ദിവസമായിട്ട് ആഗ്രഹിച്ചിരുന്ന യാത്ര ഇന്ന് നടക്കാൻ പോവുകയാണ്. വി ആർ ലീവിങ് ടുഡേ. ഇന്ന് നമ്മൾ പോകാൻ പോവുകയാണ്. ഐ ട്രൈഡ് റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. എൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിച്ചു വിട്ടെ, എത്ര പാടുപെട്ടു. എന്തൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടേന്നറിയോ? You know that I don't go everywhere. എല്ലായിടത്തൊന്നും ഞാൻ ഒരിടത്തും പോകുന്ന ആളല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം എന്താ? നീനു വീൽ ചെയറിലല്ലേ ഇരിക്കുന്നു. അതുകൊണ്ട് വേറൊരിടത്തും പോകാൻ പറ്റുന്ന ആളല്ല എന്ന് നമുക്കറിയാം അല്ലേ. അടുത്ത ആളാരാ? അടുത്ത വിക്കി പറയാണ്, പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. പപ്പയും അമ്മയും താല്പര്യമൊന്നും ഇല്ലാതെയാണ് എന്നെ വിട്ടത്. വിട്ടു, പക്ഷേ മനസ്സില്ലാതെയാണ് വിട്ടത്. ദേ ഡോണ്ട് അലോ മീ ടു ഗോ ടു പ്ലേസസ് ഫാർ അവേ അലോൺ. ദൂരെ എന്നെ ഒറ്റയ്ക്കൊന്നും വിടാറില്ല. ഐ ഹാഡ് സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെൻറ്റ്. പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. യു ആർ ദ ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയർ. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാരാണ് നിങ്ങൾ മാത്രമാണ്. മമ്മി ഹാസ് സ്ട്രിക്ട്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദർ. എൻ്റെ മമ്മി എന്താ പറഞ്ഞ്? അവിടെ ചെന്ന് വേറൊന്നും കഴിക്കരുത് എന്ന് മമ്മി ഫുഡൊക്കെ കൊടുത്തായിരിക്കും വിട്ടിരിക്കുന്നത് അല്ലേ. മമ്മി പറഞ്ഞേക്കും അവിടെ ചെന്ന് ഒന്നും കഴിക്കരുതെന്ന്. അടുത്താരാ? ചമേലി എന്താ പറയുന്നേ? മാ ഈസ് ആൾവേസ് സ്കേർഡ് വെറെവർ ഐ ഗോ. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മയ്ക്ക് പേടിയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. ഇവിടെ എല്ലാ ആൾക്കാരും ഞങ്ങളോട് ഭയങ്കര അകലത്തിലാണ് പെരുമാറുന്നത്. നമ്മളും ചിലപ്പോഴൊക്കെ എങ്ങനെയാ അല്ലേ? മറ്റ് സ്ഥലത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാ പെരുമാറുന്നത്? അവരെടുത്ത് സ്നേഹത്തോടെ പെരുമാറാൻ പോവോ? അവർ ഹിന്ദി സംസാരിക്കുന്നവരുണ്ടായിരിക്കും, ആസാമിൽ സംസാരിക്കുന്നവരുണ്ടായിരിക്കും. അവരോടൊക്കെ നമ്മൾ ഇച്ചിരി അകലം വിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. അതുപോലെ ചമേലിയുടെ വിഷമം പറയുക. ചമേലിയെപ്പോലെ കുറേ ഹിന്ദിക്കാർ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ നിങ്ങളെ സ്കൂളിലൊക്കെ കാണും. അവരോടൊന്നും അകലം വിട്ട് സംസാരിക്കരുത്. എല്ലാവരുടെ അടുത്തും സ്നേഹത്തോടെ സംസാരിക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദിസ്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷീ ഹാസ് അഷ്യൂർഡ് ദാറ്റ് നോ വൺ ഇൻ ഹർ വിൽ കീപ് ഡിസ്റ്റൻസ്. പീലി പറഞ്ഞു, ഞങ്ങളുടെ വില്ലേജിലുള്ള ആരും നിന്നോട് അകൽച്ച കാണിക്കത്തില്ല എന്ന് പീലി ഉറപ്പ് തന്നിരിക്കുക. ദാറ്റ്സ് വൈ ഐ ആം കമ്മിങ്. അതുകൊണ്ടാണ് ഞാൻ വരുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ചമേലി പറഞ്ഞിരിക്കുന്നത്. അടുത്ത അപ്പു എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അമ്മ ഡിഡിൻറ്റ് ഒബ്ജക്റ്റ് ടു. അമ്മ അനുവദിച്ചോ? അമ്മ അനുവദിച്ചല്ലേ, എതിർപ്പൊന്നും പറഞ്ഞില്ല. അമ്മ ഡിഡിൻറ്റ് ഒബ്ജക്റ്റ് ടു. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഐ എം വറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. ഞാൻ പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ. ഒരു ദിവസത്തേക്കല്ലേ. ഇറ്റ് വിൽ ബി ആൾ റൈറ്റ്. ഒക്കെ കുഴപ്പമില്ല എന്നാരും പറഞ്ഞ് നമ്മുടെ അപ്പു പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരെന്റ് യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം? നിങ്ങൾ അവരോടൊപ്പം പോവുകയല്ലേ? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺ? നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണത്തില്ലേ? എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ കാണത്തില്ലേ? ഡ്രോ യുവർസെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ. നിങ്ങളുടെ ചിന്തകൾ അവിടെ എഴുതണം. പിന്നെ നിങ്ങളുടെ പിക്ചറും അവിടെ വരയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്താ? നമുക്കൊരു ചിന്ത എഴുതി നോക്കാം.
My Amma and Papa agreed to let me go to Peely's village. Amma asked me not to play in water. She also asked me, don't go to places far away. My brother worried because he will be alone at home. Anyway, I'm very happy to go to Peely's village. Okay. How did these friends become so close even when they hail from different background? Imagine the situation in which they became friends. Present a role play in the classes. അപ്പോൾ പല പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരൊക്കെ എങ്ങനെയായിരിക്കും ഒരുമിച്ച് കൂട്ടുകാരാവുന്നത്, അവരെങ്ങനെയായിരിക്കും അടുപ്പമുള്ളവരായിരുന്നത്? നമുക്കറിയാം, വിക്കി ആണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ആളാണ്. വിക്കി പണക്കാരനായിട്ടുള്ള ഒരാളാണ്. നീനു വീൽചെയറിൽ ഉള്ള വയ്യാത്തൊരു കുഞ്ഞാണ്. അപ്പു ആണെങ്കിൽ പാവപ്പെട്ടവരാണ്. ചമേലയാണ് മറ്റ് കൺട്രിയിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന്, ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നുള്ളവരൊക്കെ ഒരുമിച്ച് എങ്ങനെയായിരിക്കും കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കുക. റോൾ പ്ലേ എങ്ങനെ എഴുതും? ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്? യാത്രയൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, എവിടെയും ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പ് നടത്തത്തില്ലേ? വി ഓൾസോ ഗോട്ട് മെൻ്റലി prepared based on our destination, purpose and mode of transport. മാനസികമായിട്ട് ആദ്യമായിട്ട് ഒരുങ്ങും. ഏത് സ്ഥലത്ത് പോകുമെന്ന് നോക്കും, എന്താണ് അവിടുത്തെ, എങ്ങനെ പോകുമെന്നും, അവിടെ പോയിട്ട് വല്ല ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. Don't our thoughts also come along with the things in the bag which we set for our trip? ബാഗിൽ എന്തൊക്കെ കാണും? നമ്മൾ യാത്രയ്ക്ക് വച്ചിരിക്കുന്ന ബാഗിൽ നമ്മുടെ തുണികളോ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളോടൊപ്പം നമ്മുടെ ചിന്തകളും കടന്നു വരും അല്ലേ? നമ്മൾ ബുക്കിൽ ബാഗിലെടുത്ത് വയ്ക്കുമ്പോൾ, ഇത് അവിടെ ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ, ആ സ്ഥലം കൊള്ളായിരിക്കുമോ, അവിടുത്തെ ആൾക്കാരെങ്ങനെയായിരിക്കും, അവിടെ ഫുഡ് കാണുമോ, ബാത്റൂം കാണുമോ, ടോയ്ലറ്റ് കാണുമോ, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ പുതിയ പുതിയ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ, പുതിയ എന്തായിരിക്കും അവിടെ കാണുന്നത്? അങ്ങനെ പലവിധമായിട്ടുള്ള ചിന്തകൾ. അല്ലെങ്കിൽ അയ്യോ, എൻ്റെ കൂടെ എൻ്റെ അമ്മയും വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പലവിധമായിട്ടുള്ള ചിന്തകൾ നമ്മളെ മനസ്സിൽ കടന്നു പോകും അല്ലേ? ലെറ്റ്സ് സീ വാട്ട് ദേ ക്യാരി ഇൻ ദെയർ ബാഗ്. അപ്പോൾ നമ്മളെ വിക്കിയും അപ്പവും ചമേലിയും നീനും ഒക്കെ എന്തൊക്കെയാണ് ബാഗിൽ പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ചമേലി, വാട്ട് വിൽ അതേഴ്സ് സെറ്റ് മീ അസൈഡ്? അവൾ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? മറ്റുള്ളവരെന്നെ മാറ്റി നിർത്തുമോ? അവളുടെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? ഉടുപ്പ്, ബ്രഷ്, സോപ്പ്, ഒരു ബുക്ക്, അങ്ങനെ എന്തൊക്കെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത അപ്പു എന്താ പറയുന്നത്? വിൽ അമ്മ ബി അലോൺ? അപ്പുവിന് വീട്ടിലെ കാര്യമാണ്. അമ്മ ഒറ്റയ്ക്കാവോ? അവനൊരു ചെറിയ സഞ്ചിയാണ് അല്ലേ, നല്ല ബാഗൊന്നുമില്ല. ഒരു സഞ്ചിയിൽ ഒരു ഉടുപ്പും ഉണ്ട്, ഒരു ചെറിയൊരു ടോയും ഉണ്ട് അല്ലേ? നീനും എന്താ പറഞ്ഞത്? ക്യാൻ ഐ വിസിറ്റ് ഓൾ ദ സൈറ്റ്സ് ദെയർ? നമ്മൾ വിചാരിച്ച എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുമോ? പീലിയുടെ ഗ്രാമം എല്ലാം കാണാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിക്കുക. അവളുടെ ബാഗിൽ എന്തൊക്കെയുണ്ട്? ഉടുപ്പ്, ബ്രഷ്, കളർ പെൻസിൽ, ഒരു ബുക്ക്, ഇറേസർ, അതെല്ലാം ഉണ്ട്. പിന്നെ വിക്കിയുടെ ബാഗുണ്ടോ? അടിപൊളി ബാഗ് അല്ലയോ? വിക്കി എന്താണ്? വിൽ ദെയർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി? സിറ്റിയിലുള്ള, പട്ടണത്തിലുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും കാണുമോ? എല്ലാ സൗകര്യവും കാണുമോ? വിക്കി ഇങ്ങനെ വലിയ ജീവിത മാർഗത്തിൽ വലിയതായിട്ട് ബിസിനസ്സുകാരൻ്റെ മകനായി പണക്കാരനായിട്ട് ജീവിച്ചു വന്നവനല്ലേ? അവൻ വിചാരിക്കുമോ അതെല്ലാം അവിടെ കാണുമോ? അവൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട്? ഉടുപ്പുകളൊക്കെ തേച്ച് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ കിറ്റ്, ഷവർ കിറ്റ്, പിന്നെ ഒരു ഫോണുണ്ട്. വേറെ എന്തൊക്കെയോ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ആർക്കാ? നമ്മുടെ വിക്കിക്ക. വാട്ട് വിൽ യു ടേക്ക് എലോങ് വിത്ത് യു ഫോർ എ ട്രിപ്പ്? നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിൽ അവർ പോകുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ
തിങ്ക് അബൌട്ട്. നമ്മൾ ബാഗൊക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് ചിന്തിക്കും അല്ലേ? എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. ഈ 4 പേര് ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ബാഗ് എടുക്കുക, ബാഗിൽ എന്തൊക്കെ വയ്ക്കുമെന്ന് നോക്കുക. ഉടുപ്പ് വയ്ക്കുമായിരിക്കും, പിന്നെ ഒരു ബ്രഷോ ടവലോ സോപ്പോ. ആൻറ്റിക്കൊരു മോനുണ്ട്, ആൻറ്റിയുടെ മോന് നിങ്ങളുടെ അതേ പ്രായം. ആൻറ്റിയുടെ മോൻ വയ്ക്കുന്നത് എവിടെ പോയാലും കയ്യിലൊരു കുറഞ്ഞത് ഒരു ടോയെങ്കിലും കാണും. ഞങ്ങളെ പേടിച്ച് മാറ്റി വയ്ക്കാറേ ഉള്ളൂ. കുറഞ്ഞത് ഒരു ടോയെങ്കിലും ആൻറ്റിയുടെ മോൻ്റെ കയ്യിൽ കാണും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചിലപ്പം കൊണ്ടുപോകല്ലോ. ചിലരാണെങ്കിൽ ചെറിയ ഡയറി കൊണ്ടുപോകും, അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ അല്ലേ? ട്രിപ്പിന് പോകുമ്പോൾ എന്തായിരുന്നാലും ഒരു ഡയറി സൂക്ഷിക്കുന്നവർ കാണും. ചിലരുടെ ഹോബി എന്താ? മേക്കപ്പ് സെറ്റോ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടല്ലേ. പെൺപിള്ളേരാണെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് കുറച്ചുകൂടെ ഒരുങ്ങണം, മേക്കപ്പ് സെറ്റ് കാണും. ചില കുട്ടികളുടെ കയ്യിൽ എന്തായിരിക്കും? ഫുഡ്. ഇഷ്ടം പോലെ സ്നാക്സും അതും ഇതുമൊക്കെ പലതരത്തിലുള്ള സ്നാക്സ് ആണ്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും ഇഷ്ടമുള്ളത്, കയ്യിൽ എന്തായിരിക്കും പോകാൻ ഇഷ്ടമുള്ളത്, അതും കൂടെ അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഫോട്ടോ വരയ്ക്കുമല്ലോ, അവരോട് ഒരു ഫോട്ടോ വരയ്ക്കുക. പിന്നെ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഞാനിവിടെ ചിന്തിക്കുന്നത്, വിൽ മൈ ബ്രദർ ബി ക്രൈ? എൻ്റെ അനിയൻ കരയോ? ഞാൻ പോകുമ്പോൾ എൻ്റെ അനിയൻ കരയോ? കാരണം നമ്മൾ അനിയൻ്റെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. മൈ ബ്രദർ വറീഡ് ബിക്കോസ് യു വിൽ ബി അലോൺ അറ്റ് ഹോം. അവൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് അവൻ വിഷമിക്കുമെന്നല്ലേ നമ്മൾ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് എന്താണ്? വിൽ മൈ ബ്രദർ ബി ക്രൈ? എൻ്റെ സഹോദരൻ കരയോ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ടു പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുക. ഷാൽ വി സിംഗ് എ ട്രാവൽ സോങ് ടുഗദർ? നമ്മൾ ടൂറിന് പോകുമ്പോൾ എന്ത് ചെയ്യും? പാട്ട് പാടിയാണ് പോകുന്നത് അല്ലേ? വെറുതെ പോകും, മിണ്ടാതിരുന്ന് പോയാൽ ബോറല്ലേ? പാട്ട് പാടി. ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ആണെങ്കിൽ അതിൽ പാട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പാട്ടിനൊപ്പം ഡാൻസ് കളിച്ച് അല്ലെങ്കിൽ അക്ഷര ശ്ലോകമൊക്കെ ചൊല്ലി എന്ത് രസമായിട്ടാണ് പോകുന്നത് അല്ലേ? ഇവർ 4 പേരും കൂടെ ട്രാവൽ സോങ് പാടിയാണ് പോകുന്നത്. എങ്ങനെയാണ് പാടുന്നത്? വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് പോകുന്നത്. ഡു യു നോ ട്രാവൽ സോങ്സ്? നിങ്ങൾക്ക് ട്രാവൽ സോങ്സ് അറിയോ? കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം ആസ് ഗ്രൂപ്പ്സ് ഇൻ ക്ലാസ്. നമ്മൾ കളക്ട് ചെയ്യുക. റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. ഒരു ട്രാവൽ സോങ് പറഞ്ഞുതരാം. Life is a highway, I wanna ride it all night long. If you are going my way, I wanna drive it all night long. വേറൊരു സോങ്. How can we get to Paris? How can we get to Rome? So many means of transport, so many ways to go. We can drive a car no matter how far. We can fly a plane as fast as a ഹരിക്കെയിൻ. അങ്ങനെ കുറേ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത ഒത്തിരി പാട്ടുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ കളക്ട് ചെയ്യുക, അത് സ്കൂളിൽ പ്രസൻറ്റ് ചെയ്യുക. പീലീസ് വില്ലേജ്. അവരെവിടെ എത്തി? പീലിയുടെ വില്ലേജിലെത്തി. ദൂരെ നിന്ന് അവർ പീലിയുടെ വില്ലേജ് കാണുമല്ലേ? ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അതാ പീലിയുടെ വില്ലേജ്. ദർ ഈസ് പീലി. അയ്യോ, അതാ പീലി നിൽക്കുന്നു. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം. വൈ ആർ യു സോ ലേറ്റ്? പീലി വിഷമം പറയാം. ഞാൻ എത്ര നേരം കൊണ്ട് നിങ്ങളെ കാത്തിരിക്കുക, എന്താ ലേറ്റായേ? റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. എന്തായിരിക്കാം നിങ്ങൾ ലേറ്റായത്? നമുക്ക് നോക്കാം. വി അപ്പോളജൈസ് ഫോർ ദ ഡിലേ. ഞങ്ങൾ സോറി ചോദിക്കുക താമസിച്ചതിന്. അവർ ബസ് വാസ് അൺഎക്സ്പെക്റ്റഡ്ലി ഡിലേഡ് ദിസ് മോർണിംഗ്. പ്രതീക്ഷിക്കാതെ ഇന്ന് ബസ് ലേറ്റായിപ്പോയി. ആഫ്റ്റർ ഗെറ്റിംഗ് ഓഫ് ദ ബസ് വി വെർ വാക്കിംഗ് സ്ലോലി ടു സീ യുവർ വില്ലേജ്. നിൻ്റെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നിൻ്റെ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വരിക.
ഹൗ ബ്യൂട്ടിഫുൾ ടു സീ യുവർ വില്ലേജ്. നിൻ്റെ വില്ലേജ് കാണാൻ എന്ത് രസമാണ്. ആ പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണേ. കം ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് വീട്ടിലേക്ക് പോവാം. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്? പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഐ ക്യാൻ ഫീൽ ദ ഫ്രഷ്നെസ് ഇൻ ദ എയർ. The road that leads to the village has big trees on either side and they are so full of life. There will be a temple at the entrance of the village. അതെങ്ങനെയായിരിക്കും? അവിടെ നല്ല എയർ ആയിരിക്കും, വലിയ ട്രീസ് കാണും, റോഡിൻ്റെ രണ്ട് സൈഡും ട്രീസ് കാണും. വില്ലേജിൽ എന്തൊക്കെ കാണും? പിന്നെ എന്താണ്, ഒരു ടെമ്പിള് കാണും, സ്കൂള് കാണും, പോസ്റ്റ് ഓഫീസ് കാണും, ചെറിയ ഡിസ്പെൻസറി കാണും, ചെറിയ ഗ്രോസറി ഷോപ്പ് കാണും, വയൽ കാണും, പിന്നെ ഒരു ടീ ഷോപ്പ് കാണും. അങ്ങനെ നമുക്കിഷ്ടമുള്ളതെല്ലാം എഴുതാം കേട്ടോ. ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചേഴ്സ് ഹെൽപ്പ്. വില്ലേജിൻ്റെ ഒരു ഡ്രോ വരയ്ക്കാൻ പറ്റത്തില്ലേ, ഒരു ചെറിയ ഹോസ്പിറ്റൽ? അത് വേണോ? അത് ചെയ്ത് തരണോ? അത് വേണ്ട, അത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഒരു ചെറിയ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ചെറിയ നെൽപ്പാടത്തു നിന്ന് കിളികൾ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വരുന്നത്, അങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച്, ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കുക. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വരയ്ക്കാം. പിന്നെ നല്ല രീതിയിൽ വരയ്ക്കുക, നന്നായിട്ട് വരയ്ക്കുക, സമയമെടുത്ത് വരയ്ക്കുക. പീലി അമ്മയെ പരിചയപ്പെടുത്തുക. ദിസ് ഈസ് മൈ അമ്മ. പീലി അമ്മയെ എങ്ങനെയാണ് വിളിക്കുന്നത്? അമ്മ എന്നാണ് വിളിക്കുന്നത്. നമ്മളെ ചമേലി വിളിക്കുന്നത് എങ്ങനെയാണ്? അമ്മ. പീലി വിളിക്കുന്നത് അമ്മ. ദിസ് ഈസ് മൈ അമ്മ. ഇതെൻ്റെ അമ്മയാണ്. കം ഓൺ എവരിബഡി, യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്. കുറേ അവിടെ പീലിയുടെ അവിടെ ഒന്നും ബസ്സൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അത്രയും ദൂരം നടന്നിട്ട് നിങ്ങൾ ഒത്തിരി ടയേർഡായല്ലേ? ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം. ഐ വിൽ ഈറ്റ് ദാറ്റ്. നമ്മളെ വിക്കി പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. ഹൗ ഹോട്ടി ഹീസ്. നിൻ്റെ ഒരു ഇത് ജാട. നമ്മൾ പറയത്തില്ലേ അവൻ ജാടക്കാരനാണെന്നൊക്കെ. പീലി പറയാണ്, നീ എന്തോ ജാടക്കാരനാ. അപ്പോഴമ്മ പറയാ, ഡിയർ ഇസിൻ ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി? അതല്ലേ നീ എന്നും കഴിക്കുന്നേ? ട്രൈ ഈറ്റിംഗ് ദിസ്. ഒരു ദിവസം ഇത് കഴിച്ചു നോക്ക്. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ യുവർ ഫീൽഡ്, ഇൻ അവർ ഓൺ ഫീൽഡ്. നമ്മൾ തന്നെ പാടത്തുള്ള റൈസാണിത്. വി മിൽ ഇറ്റ് അവർ സെൽഫ്. നമ്മൾ തന്നെയാണ് അതിനെ പൊടിച്ച് കുത്തിയെടുക്കുന്നത്, നെല്ല് കുത്തിയെടുക്കുന്നത്. ആൻഡ് ദെൻ ദസ് ടപ്പിയൊക്കെ എന്താ? കപ്പ, മരച്ചീനി. ഓരോ നാട്ടിൽ ഓരോന്ന് അല്ലേ? നമുക്കിവിടെ മരച്ചീനിയുണ്ട്. ദർ ഈസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദ റിവർ. ആറ്റിൽ നിന്ന് പിടിച്ച അല്ലെങ്കിൽ നദിയിൽ നിന്ന് പിടിച്ച ഫിഷ്. അപ്പം ആരാ പിടിച്ച? പീലിയുടെ ഫാദർ പിടിച്ച ഫിഷ് ഉണ്ട് കഴിക്കാൻ. ഫിഷ് കറീസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ്. അതിൻ്റെ പീലിയുടെ അച്ഛൻ തന്നെയാണ് കറി ഉണ്ടാക്കിയത്. വാ മോനെ, നമുക്കത് കഴിക്കാമെന്ന് ആരും അറിയാം? പീലിയുടെ അമ്മ അറിയാം. അവസാനം വന്നിരുന്നു, ഇലയിലൊക്കെ ഫുഡ് കൊടുത്തല്ലേ. ഏതാണ്ട് എന്തോരം കറികളായിരിക്കുന്നത്. നമ്മുടെ വിക്കി കഴിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ പറയുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡിലീഷ്യസ് ഫുഡ്. വിക്കി പറയാം, ഞാൻ ആദ്യമായിട്ട് ഇത്രയും ടേസ്റ്റായിട്ടുള്ള ഡിലീഷ്യസ് സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ഫുഡൊന്നും വാങ്ങിച്ചു തരത്തില്ല. അടുത്ത് നമ്മുടെ അപ്പു എന്താ പറയുന്നത്? പീലി, ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്. പീലി, ഈ ഫുഡ് നല്ല ടേസ്റ്റാണ്, നല്ലതാണ്. ഹൗ ഡിലീഷ്യസ് ഇറ്റ് ഈസ്. എന്ത് സ്വാദാ. യു ഷുഡ് ഷെയർ ദ റെസിപ്പി. ഓക്കെ, നീ എനിക്ക് ഇതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തരണേ. വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. നമുക്ക് അച്ഛനോട് ചോദിക്കാമെന്ന് നമ്മുടെ പീലി പറയുക. അമ്മ എന്തോ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാം. ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്, ഗോ ദേർ, യു ക്യാൻ സീ അവർ വില്ലേജ് ടു. പീലിയുടെ അച്ഛൻ പാടത്താണ്, നിങ്ങൾ അവിടെ പോവുക,
നിങ്ങൾ അവിടുത്തെ എന്നിട്ട് വില്ലേജൊക്കെ കണ്ടിട്ട് വാ എന്ന് പറയുക. നമുക്ക് പീലിയുടെ വില്ലേജ് കാണാൻ പോവാം. നമുക്ക് അടുത്ത വീഡിയോസായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. വേറെ ഒത്തിരി കളക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.